തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയി ഉണ്ണി. ആ ചെക്കൻ ശിഷ്ടകാലം ബ്രഹ്മചാരിയായി നിൽക്കേണ്ടി വരുന്ന തോന്നണേ. ഈശ്വര, അവനെ കാത്തോണി. അവനൊരു തമ്മാടിയല്ലേ, ഇങ്ങനെയൊക്കെ മൂലയ്ക്ക് കിടക്കണം. എൻ്റെ ഗൗരി, ദൈവം ആളൊരു പാവാണ്. ആ കലിപ്പുണ്ടെന്നേ ഉള്ളൂ. ആള് ശുദ്ധ മനസ്കനാണ്. പിന്നെ എനിക്ക് അറിയാത്തൊന്നുമല്ലല്ലോ അവൻ്റെ ഒരു പാവത്തരം. സ്വന്തം പെങ്ങളെ കയറി പിടിച്ചവനല്ലേ, അപ്പം അറിയാം അവൻ്റെ സ്വഭാവശുദ്ധി. ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു. കയറി പിടിച്ചെന്നോ? ആരെ? ശിവയെ. ഉണ്ണി ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛമ്മ പറഞ്ഞല്ലോ അവൻ്റെ സ്വഭാവമായ്മ. ഓപ്പോൾ അങ്ങനെ പറഞ്ഞു. ദേവ് ശിവ ഉപദ്രവിച്ചു എന്ന്. നിനക്ക് ദേവിനെ പരിചയം എങ്ങനെയാണെന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു. നീ അവൻ്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ടതും ഗോട്ടിയിട്ട് വീഴ്ചതൊക്കെ അവൻ എന്നോട് പറഞ്ഞു. അവളുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ല. സംഗതി അപ്പോൾ സത്യം തന്നെ. ഇന്നെ ചൊറിയാൻ വന്നപ്പോൾ ഞാൻ കയറി മാന്തി. അത്ര ഉണ്ണിയായിട്ട് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ ആരവാണെന്ന് വിചാരിച്ച് സംസാരിച്ചാണ്. മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. ഗൗരി, ദേവ് ആളൊരു കലിപ്പനാണെങ്കിലും ആളൊരു പാവമാണ്. കയ്പമകലത്ത് തന്നെയാണ് അവൻ്റെ വീടും. നീ അവനെ കണ്ടിട്ടുണ്ടാവില്ല. നീ കുഞ്ഞായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി പഠിച്ചതൊക്കെ അമ്മയുടെ വീട്ടിൽ വെച്ചാണ്. നമ്മുടെ പൂന്താനം നമ്പൂതിരിയുടെ മകനാണ് ഗൗരി. അത് അച്ഛൻ്റെ പാത പിന്തുടരുന്നില്ല എന്നേ ഉള്ളൂ. ഞാനും ദേവും മഹാരാജാസിൽ ഒരേ കോളേജിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അന്ന് ഞാൻ അവൻ്റെ ഇല്ലത്ത് ഒരു തവണ പോയിട്ടുണ്ട്. അമ്മ സുമംഗലയും അവൻ്റെ പെങ്ങൾ ശിവയും പിന്നെ ഒരു അച്ഛനും പിന്നെ പെങ്ങളുമാണ് അവിടെ ഇല്ലത്തുള്ളത്. അമ്മയും മൂപ്പോടുമാണ് അവൻ്റെ എല്ലാം. നീ വിചാരിക്കും പോലെ ശിവയെ ദേവ് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അവർ രണ്ടുപേരും നല്ല കൂട്ടാണ്. പിന്നെ ഒരു ചെറിയച്ചനും ഉണ്ട് അവിടെ. അദ്ദേഹം വർഷങ്ങളായി ചങ്ങലക്കുള്ളിലാണ്. ചിരിക്കാൻ മറന്നു ഒടുവിൽ ചങ്ങലക്കുള്ളിൽ കിടന്ന് പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുന്നവർ. കുഞ്ഞുട്ടാ, നീ ചേച്ചിക്കുള്ള ഭക്ഷണം കൊണ്ടുവാ. സംസാരിക്കുന്നതിടെ പെട്ടെന്ന് അവനെ ഒഴിവാക്കാനെന്നോണം താഴേക്ക് പറഞ്ഞയച്ചു. അവൻ തലയാട്ടിക്കൊണ്ട് താഴേക്ക് പോയതും ഉണ്ണി കഥകടിച്ചു. സാക്ഷിയായിട്ട് ഗൗരിക്ക് നേരെ തിരിഞ്ഞു. കണ്ണുകളിൽ രൗദ്രഭാവം. ഏട്ടൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ തരിച്ചു നിൽക്കുകയാണ് ഗൗരി. ഗൗരി, നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഗൗരി മോളെ, നിന്നോടിതെങ്ങനെ പറയുന്ന ഏട്ടനറിയില്ല. നീയും ദേവും ഇവിടെ എത്തിയത് ഒരു ദൈവനിയോഗമാണ് മോളെ. ഈ 5 വർഷത്തിനുള്ളിൽ ഈ മനയിൽ പല സംഭവങ്ങളും ഉണ്ടായി. രാഗിയുടെയും സോദയുടെയും മരണം തന്നെയായിരുന്നു അതിലേറെ വിഷമിപ്പിച്ചത്. നിനക്കറിയ ഗൗരി, അതിനുശേഷം എൻ്റെ അമ്മയുടെ കണ്ണുകൾ ഇന്ന് വരെ തെളിഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും കണ്ണീർ മാത്രം. അതിനെല്ലാം അറിയാതായിരുന്നെങ്കിലും ദൈവം ഉത്തരവാദിയാണ്. ദൈവ ഉത്തരവാദിയോ? എങ്ങനെ? ഗൗരിയുടെ ചോദ്യത്തിൽ സംശയം തിങ്ങി നിറഞ്ഞു. ഞാൻ പറയാം. ഈ മനയിലുള്ളവർ എല്ലാം നാഗദേവതയുടെ വിശ്വാസികളാണ്. ദേവിൻ്റെ ഇല്ലത്തുള്ള ദേവും ശിവയും ഒഴികെ ബാക്കിയുള്ളവർ നാഗത്തെ പൂജിക്കുന്നു. ശിവയും ദേവും നിരീശ്വരവാദികളെ പോലെയാണ് പെരുമാറുന്നത്. അച്ഛൻ്റെ വിശ്വാസങ്ങളെ അന്ധവിശ്വാസമെന്ന് മുദ്രകുത്തിയവർ. ദേവും ഈ വിശ്വാസത്തിലായിരുന്നു കുറേ കാലം. പക്ഷെ ചില മാറ്റങ്ങൾ അവനിൽ വന്നു തുടങ്ങി. ഏട്ടനെ കണ്ട് ശിവയും ദൈവങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി. ഇല്ലത്തെ ഒരു ചടങ്ങുകളിലും ഇരുവരും പങ്കാളികളായിരുന്നില്ല. അത്രയ്ക്ക് അച്ഛൻ്റെ വിശ്വാസത്തെ അവർ ചോദ്യം ചെയ്തു. സ്വാതിയും രാഗിയും എങ്ങനെ മരിച്ചെന്ന് നിനക്കറിയോ? അതൊരിക്കലും ഒരു സാധാരണ കൊലപാതകമായിരുന്നില്ല. അസ്വാഭാവിക മരണത്തിൻ്റെ കേസെടുത്ത് പോയ ഒരു ഏമാമാരും പിന്നെ ഈ മനയിലേക്ക് വന്നില്ല. കാരണം എന്താണെന്നറിയോ എൻ്റെ മോൾക്ക്? ഉണ്ണിയുടെ വാക്കുകൾ ഇടറി തുടങ്ങിയിരുന്നു. തെളിവുകൾ ഒന്നുമില്ല. തുടക്കം അവസാനവുമില്ലാത്ത കേസ് പോലെ അതും വർഷങ്ങൾ നീണ്ടു. അവസാനം ആത്മഹത്യ എന്ന പേരിൽ എഴുതി തള്ളിയതെല്ലാം. ജീവിതം കണ്ടിട്ടില്ലാത്ത എൻ്റെ 2 കുട്ടികൾ. സ്വാതി മരിക്കുമ്പോൾ അവൾക്ക് പ്രായം 17. അതും ധൃതിമതിയായതിൻ്റെ തൊട്ടടുത്ത ദിവസം വടക്കിനി ഭാഗത്തെ ചായപ്പിൽ തറവാടിനെ ഐത്യത്തിൽ നിന്നും രക്ഷിക്കാൻ കൊണ്ടുകിടത്തി എൻ്റെ അച്ഛന്. ഇരുട്ടറയ്ക്കുള്ളിൽ ആരോരും തുണയില്ലാതെ ആദ്യ ആർത്തവത്തിൻ്റെ വേദന കടിച്ചമത്ത് എത്ര കരഞ്ഞിട്ടുണ്ടാവും എൻ്റെ കുട്ടി. അവിടെ തളർന്നു കിടന്ന അവള് തുളസിത്തറയിലെത്തി കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു. അല്ല, കൊന്ന് തള്ളി. ബലിയാണത്രേ, ബലി. ഉണ്ണിയിൽ പുച്ഛഭാവം. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ സൂര്യ അവിടെ കിടക്കില്ലായിരുന്നു ഗൗരി. അനീതിക്കെതിരെ ശബ്ദിക്കുമായിരുന്നു നിന്റെ അച്ഛന്. എന്നത്തെയും പോലെ എൻ്റെ അടുത്ത് കിടക്കുമായിരുന്നു അവൾ. മരണം കൊണ്ടുപോവില്ലായിരുന്നു. അന്ന് തിരിച്ചൊന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കല്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, ഈ നിലത്ത് കിടക്കുന്ന ചവിട്ടിയുടെ വില പോലും ഇല്ലായിരുന്നു. ഓരോ നിമിഷം കൂടുന്തോറും അവൻ്റെ ശബ്ദം ദേഷ്യം കൊണ്ടുവരാൻ തുടങ്ങി. ഈ വിധിയാണ് ഗൗരി ഇന്നിനക്കും വരാനുള്ളത്. നാഗബലിയായി നിന്റെ പേര് കൂടി എഴുതി ചേർത്തപ്പെട്ടിരിക്കുന്നു. ദേവൊരു നാഗത്തിൻ്റെ അനുരജ്ഞനാണ് ഗൗരി. അവനെ വിട്ടുപോവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും ശത്രുവർഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ അവൾ അവരുടെ ദേവൻ്റെ പേരിൽ ബലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 39 ദിവസം കൂടി കഴിഞ്ഞാൽ അവൾക്ക് പോകാനുള്ള സമയം എത്തിച്ചേർന്നിരിക്കുന്നു. അതിനു മുന്നേ എന്തേലും ചെയ്തില്ലെങ്കിൽ. ഇനിയൊന്നും പറയാൻ ശക്തിയില്ലാതെ ഉണ്ണി മൗനം പാലിച്ചു. അല്ലെങ്കിൽ എൻ്റെ മരണം, അത്രയല്ലേ ഉള്ളൂ. ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു. മോളെ, നീ കൂടി നഷ്ടപ്പെട്ട ഞാൻ ഭ്രാന്തനായി പോവും. അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു തുടങ്ങിയിരുന്നു. ഏട്ടാ, ഈ ദിവസങ്ങൾക്കുള്ളിൽ നിൻ്റെയും ദേവിൻ്റെയും വീളി കഴിഞ്ഞ തൽക്കാലം രക്ഷപ്പെടാം. അല്ലെങ്കിൽ ദേവിൻ്റെ കൈകൾ കൊണ്ട്
അവന്തിക മരിക്കണം. പക്ഷെ അങ്ങനെ സംഭവിക്കൽ അസാധ്യം. അവൻ അത്രയ്ക്ക് അവന്തികയെ സ്നേഹിക്കുന്നുണ്ട്. അവളൊരു നാഗമാണെന്ന് എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലാവുന്നില്ല. ദേവിനെ ഞാൻ കെട്ടുകയോ ഒന്ന് നേരിട്ട് കണ്ടിട്ട് തന്നെ അവൻ എൻ്റെ പതിര് വേർതിരിച്ചാണ്. അവൻ എന്നെ കാണുന്നതിന് വെറുപ്പാണ്. ഇതൊന്നും ശരിയാവില്ല. ഗൗരി, അതേ ഏട്ട, എൻ്റെ വിധി ചേച്ചിമാരെ പോലെ അവനെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. സന്തോഷമായി മരിക്കാൻ ഒരുങ്ങാലോ. ദേവ് എന്നെ അടിച്ച തലിക്കാരിയുടെ മകൾ എന്നിവരെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനുമായി നല്ലൊരു ബന്ധം എനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല. ഏട്ടനിപ്പോൾ സമാധാനമായിരിക്കും. സമയമുണ്ടല്ലോ. എല്ലാം അവളുടെ കളിയാണ്. ഒരിക്കലും ദേവിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഉണ്ണി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. കുഞ്ഞിട്ടൻ ഭക്ഷണവുമായി വന്നെങ്കിലും അവളൊന്നും കഴിച്ചില്ല. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ഗൗരി മൗനം പാലിച്ചു. വൈകുന്നേരം വരെ ഗൗരി റൂമിൽ തന്നെയായിരുന്നു. സന്ധ്യാദീപം വയ്ക്കാൻ സമയത്താണ് അവൾ താഴേക്ക് ചെന്നത്. നടുമുറ്റത്തെ കോലായിൽ മീശയും പിരിച്ചിരിക്കുന്ന ദേവിനെ അവൾ കണ്ടത്. ഉള്ളിലൂടെ ഒരു കൊള്ളിയായി മിന്നി. ഇപ്പൊ പോയാൽ ശരിയാവില്ല. താലിപ്പിറകിലേക്ക് തന്നെ വലിച്ചെങ്കിലും പാദസരം ചതിച്ചു. അതിൻ്റെ മണിനാദം കേട്ട് ദേവ് തലയുയർത്തി. കർണപടത്തിൽ ചെന്ന് ശക്തിയിൽ തട്ടുമുന്നേ ദേവ് കണ്ണുകൾ അടച്ചു. ആ കിലുക്കം ചെന്ന് തട്ടിയത് അവൻ്റെ ഹൃദയത്തിലായിരുന്നു. അവന്തികയോടുള്ള പ്രണയം തുടങ്ങിയത് മുതൽ അവളുടെ സമീപം അവൻ അറിഞ്ഞു തുടങ്ങിയത് ആ കിലുക്കത്തിലൂടെയായിരുന്നു. ആ കിലുക്കം അവൻ്റെ ഹൃദയത്തിലുണ്ടാക്കിയ പ്രകമ്പനത്തിൻ്റെ അഗാധത്തിൽ ഒരു നിമിഷം ദേവ് ശ്വാസമടക്കി. വീണ്ടും ആ ശബ്ദത്തിനു വേണ്ടി കാതോർത്തു. അടുത്തു വന്ന ആ സ്വരം ഒരടി പിന്നിലേക്ക് നീങ്ങിയോ. ദേവ് പതിയെ അടച്ചു പിടിച്ചിരുന്ന കണ്ണുകൾ തുറന്നു. എൻ്റെ അല്ലയുടെ അതേ ഗന്ധം, പൂർണ്ണമായി വിടരാൻ വെമ്പി നിൽക്കുന്ന ചെമ്പകപ്പൂവിൻ്റെ പരിമളം. എൻ്റെ അല്ലി വന്നുവോ? സ്വപ്നത്തിലെങ്കിലും നീയൊന്ന് വരുവോ? ചുണ്ടിൽ വിരൽ കൊണ്ട് മീശയുടെ ഒരറ്റത്ത് ഉരസിക്കൊണ്ട് തന്നെ അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തലചിരിച്ചു. കൂണിപ്പടിയിൽ വെള്ളിക്കുലസ് കിട്ടിയ കാലുകൾ കൊണ്ട് അവൻ പ്രണയം തുളുമ്പുന്ന കണ്ണുകളുമായി ചുണ്ടിൽ ഒരിളം പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് ഉറ്റുനോക്കി. വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത പോലെ മൃദുലമായ കാലുകളിൽ നിന്നും ദേവിൻ്റെ കണ്ണുകൾ പതിയെ ചലിച്ചു തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഗൗരി കാലുകൾ വലിച്ച് മുകളിലേക്ക് ഓടിക്കയറി. പ്രിയപ്പെട്ടതെന്തോ അകന്നു പോയ വേദനയിൽ ദേവിൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. ഒരിക്കൽ കൂടി അങ്ങോട്ട് നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഏച്ചി, എനിക്കൊരു സംശയം. ചോദിച്ചോടാ. എനിക്ക് തരാൻ വെച്ച ഗോട്ടി ഏച്ചി മറന്നു വെച്ചെന്ന് പറഞ്ഞ് കളവായിരുന്നു. പറയുണ്ടോ? അത് വെച്ച് ഏച്ചി കണ്ണേട്ടനെ എന്തു ചെയ്യുന്ന ഉണ്ണിയേട്ടൻ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് ശരിക്ക് കേട്ടില്ലട്ടോ. ഒന്നുകൂടെ എനിക്ക് പറഞ്ഞു തരൂ എൻ്റെ കുഞ്ഞുട്ടാ. അതൊക്കെ വഴിയെ പറഞ്ഞു തരാം. കണ്ണേട്ടനോ? അതാരാടാ? മേശയിലിരുന്ന് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്നിട്ട് ചെവിയിൽ മെല്ലെ പിറുവരുത്തും. അതേ ഏച്ചി, ഈ ദേവേട്ടനല്ലേ? ആ ഏട്ടൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഈ കണ്ണൻ. ഉണ്ണേട്ടൻ്റെ കൂടെ പഠിച്ചിരുന്ന കാലത്ത് കണ്ണേട്ടിന് ഇരട്ടപ്പേരുണ്ടായിരുന്നു അത്രേ. ഏച്ചി ആർക്കും പറഞ്ഞു കൊടുത്ത് ഫ്ലാഷ് ആക്കൂലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഏച്ചി ആരോടും പറയില്ലട്ടോ. ഇന്നൊക്കെ തീരെ വിശ്വാസമില്ലേ? ഒട്ടും ഇല്ലേ ഏച്ചിയെ? ഇരട്ടപ്പേര് പറ. കാവിലപ്പൻ. പൊളിയല്ലേ? കാവിലപ്പനോ? ഗൗരി വാ പൊത്തി ചിരിച്ചു. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. ഗൗരിയുടെയും ദേവിൻ്റെയും തല്ലിൻ്റെ കഥയൊന്നും അടുക്കള ഭാഗത്ത് എത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല. ദേവ് വീണെന്നും പറഞ്ഞാണ് കേശുവേട്ടൻ വെള്ളത്തിനായി പോയത്. ദേവ് അവിടെയുള്ള കാര്യം ഗൗരിയുടെ അച്ഛമ്മയും അമ്മയും അറിഞ്ഞിരുന്നില്ല. അവർ നാട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ അത്രേ മീനാക്ഷിയോടും ഉണ്ണിയോടും അമ്മയോടും പറഞ്ഞിരിക്കുകയാണ്. ഗൗരിയുടെ ധൈര്യത്തെ അവർ വാനോളം പുകഴ്ത്തുന്നുണ്ട്. ഇനി ദേവ് ഗൗരിയുടെ ഏലത്ത് കൂടി വരില്ല. ഗൗരിമോൾ ആൺകുട്ടി തന്നെ. അവളുടെ വീരശൂര പരാക്രമങ്ങൾ അറിഞ്ഞവർ മൂക്കത്ത് വിരൽ വെച്ചു. ആരവിനെ ടൗണിലേക്ക് കൊണ്ടുവിടാൻ പോയ ഉണ്ണി വന്നപ്പോൾ കേൾക്കുന്നത് ദേവിൻ്റെയും ഗൗരിയുടെയും പ്രകടനങ്ങളാണ്. താരതമ്യേന പരിക്ക് കൂടുതലുള്ള ദേവിൻ്റെ അടുത്തേക്കാണ് അവൻ ആദ്യം ചെന്നത്. ഉണ്ണിയെ കണ്ടപാടെ അവൻ കണ്ണുരുട്ടി. ഒന്ന് നേരത്തെ വന്നൂടായിരുന്നോ എന്ന മട്ടിൽ. എവിടെയാണ് ഇടികിട്ടിയെന്ന് ആദ്യം ഉണ്ണിക്ക് തിരിഞ്ഞില്ലെങ്കിലും ദേവിൻ്റെ മുഖഭാവവും നടക്കാൻ പ്രയാസപ്പെടുന്ന ദേവിൻ്റെ അച്ഛൻ്റെ മുഖത്ത് വളിഞ്ഞ ചിരിയും കണ്ടപ്പോൾ അവൻ ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടി. ഉണ്ണി വന്നിട്ട് ദേവിനോട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറയണം എന്നവൻ തീരുമാനിച്ചിരുന്നു. അതിനാൽ അവൻ വന്ന ഉടനെ അവർ അവനോട് തനിച്ച് സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. മുറിക്ക് പുറത്ത് ഉണ്ണിയുടെ അച്ഛനും ദേവിൻ്റെ അച്ഛനും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. വല്ലതും നടക്കോ തിരുമേനി? എല്ലാം ദൈവനിശ്ചയം. തിരുമേനി കൈമലർത്തി. നേരത്തെ കിട്ടിയ ഇടിയുടെ വേദന മാറിയെങ്കിലും ദേഷ്യം ഒട്ടും അടങ്ങിയിരുന്നില്ല ദേവിന്. അതുകൊണ്ട് തന്നെ ഒന്ന് ചിന്തിച്ചിട്ടാണ് ഉണ്ണി അവനിലേക്ക് നടന്നത്. കട്ടിലിനടുത്തുള്ള മരപ്പടി ഒന്ന് ചുവരിനോട് ചേർത്ത് വെച്ചു. അടി കിട്ടിയാൽ ഓടണ്ടേ? അതിനു വേണ്ടിയാണ്. എഴുന്നേറ്റിരിക്കുന്ന ദേവ് അവന് നേരെ നോക്കി. എന്താ തമ്പ്ര? ഉണ്ണി ഒന്ന് ചിരിച്ചു. ദേവാ, ഞാൻ എങ്ങനെ ഇത് പറയാ? വലിച്ചു കീറി ചൂടുവെള്ളത്തിൽ മുക്കിത്താഴ്ത്തുന്ന ഇനമാണിത്. എനിക്ക് പണി നട്ട് രണ്ടും പുറത്ത് കാവൽ നിൽക്കാണ്. ദേവിൻ്റെ കല്ല് നട്ടി കിട്ടിയാലും വേണ്ടില്ല. ഗൗരിയുടെ കാര്യം ഒത്തുതീർപ്പാക്കണം. അവൻ്റെ ആലോചന കണ്ട് ദേവ് വീണ്ടും അവനെ വിളിച്ചു. ഏതാടാ പെണ്ണ്? വല്ല കളരിക്കും പോകുന്നുണ്ടോ അവള്? ഏയ്, അതൊന്നുമല്ല. അതിൻ്റെ ഏട്ടൻ്റെ മോളാണ്, നമ്മളെ കൃഷ്ണേട്ടൻ്റെ. ദേവ് ഒന്ന് മൂളി. നിനക്ക് അവളെ മുൻപരിചയമുണ്ടോ? ഉണ്ണിയുടെ ചോദ്യത്തിന് ദേവ് ഉണ്ടെന്ന് തലയാട്ടി. അവർ തമ്മിൽ ഉണ്ടായതെല്ലാം അവൻ ഉണ്ണിയോട് പറഞ്ഞു. അതൊരു തീക്കൊള്ളിയാണ് ഉണ്ണി. പിടിച്ചു കയറിയ ആഞ്ഞു കത്തുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടടാ.
അജാതി ഇടിയല്ലേ എനിക്കിട്ട് തന്നത്. എന്തോ ഭാഗ്യത്തിന് പൊട്ടിത്തകർന്നില്ല. വേദനയ്ക്കിടയിലും ദേവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് ചെയ്യാൻ പറ്റൂ? ദേവ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഉണ്ണിയുടെ മുഖഭാവം പെട്ടെന്ന് മാറിയിരിക്കുന്നത് കണ്ട് അവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഉണ്ണി അവനെ അവിടെ തന്നെ പിടിച്ചിരുത്തി. ദേവിനെ അറിയാമായിരുന്നു അവൻ എന്താ പറഞ്ഞു വരുന്നതെന്ന്. പക്ഷേ എങ്ങനെ? ഉണ്ണി പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ദേവ് തലകുനിച്ചിരുന്നു. അവരും എന്തു പറയണം എന്നറിയാതെ. അച്ഛൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ഉണ്ണിയും ആവർത്തിക്കുന്നു. താൻ എന്തുത്തരം പറയും? കാണാമറിയത്താണെങ്കിലും അല്ലിയെ ഞാൻ എൻ്റെ പാതിയാക്കിയതല്ലേ? എൻ്റെ ശരീരവും മനസ്സും അവൾക്കുള്ളതല്ലേ? ദേവിൻ്റെ ഹൃദയത്തിൽ അവന്തിക മാത്രമുള്ളൂ. അന്നും ഇന്നും എന്നും. ഇല്ല, ഗൗരി എന്നല്ല ഒരു പെണ്ണിനെയും എനിക്ക് സ്നേഹിക്കാനാവില്ല. അല്ലയുടെ ഓർമ്മകൾ മാത്രം മതി എനിക്ക് ജീവിക്കാൻ. അവൻ്റെ മൗനം കണ്ട് ഉണ്ണി എഴുന്നേറ്റു. ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. അവളെ കൂടി നഷ്ടപ്പെടാൻ വയ്യടാ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ക്ഷമിക്കടാ. അവൻ്റെ പുറത്ത് തട്ടി ഉണ്ണി നടന്ന് നീങ്ങി. ദേവിനൊരിക്കലും അവന്തിയുടെ സ്ഥാനത്ത് ഗൗരിയെ കാണാനാവില്ല. വെറുതെ എന്തിനാ അവനെ വിഷമിപ്പിക്കുന്നത്? വാതിൽ തുറന്ന് അവൻ അച്ഛന് മുഖം കൊടുക്കാതെ തിടുക്കത്തിൽ നടന്നു പോയി. അകത്ത് തലകുനിച്ചു മുടി തടവിക്കൊണ്ടിരിക്കുന്ന ദേവിനെ കണ്ടതും ഒന്നും നടക്കില്ല എന്ന് അവർക്ക് തോന്നി. ആദ്യ നിറഞ്ഞ കണ്ണുകളുമായി അവർ മുഖത്തോട് മുഖം നോക്കി. ഇനിയുള്ള നാളുകൾ പരീക്ഷണം നിറഞ്ഞതാണ്. ഏച്ചി, ദേ നോക്ക്, അവിടെ ആരാന്ന്? ഉഫ്, എജാതി മാസില്. രാവിലെ തന്നെ ഗൗരി കിടക്കിയിട്ട് ഉരുട്ടുകയാണ് കുഞ്ഞുട്ടൻ. എന്താന്ന് വെച്ചാൽ പറഞ്ഞു തുലക്ക്. ഉറങ്ങാനും സമ്മതിക്കില്ല ഈ കുട്ടിത്തേവാങ്ക്. ദേ ഏച്ചി, കണ്ണിട്ട് അവിടെ ഉണ്ട് നോക്ക്. ജനലിലൂടെ എത്തിയും പാളി നോക്കുന്ന കുഞ്ഞുട്ടിനെ ഉന്തി മാറ്റി ഗൗരി പുറത്തേക്ക് നോക്കി. പറഞ്ഞത് നേരാണ്. കേശവട്ടൻ്റെ കൂടെ തേങ്ങ പൊട്ടിക്കുകയാണ് നമ്മളെ കാവിലപ്പൻ. ഇടിയുടെ വേദനയ്ക്ക് ഇത്ര പെട്ടെന്ന് മാറിയോ? ഒന്ന് വിളിച്ചാലോ കാവിലപ്പാന്ന്. ദേ ഏച്ചി, വെറുതെ വടി കൊടുത്ത് അടി വാങ്ങണ്ടട്ടോ. ഏട്ടൻ അവിടെ ജോലി എടുക്കല്ലേ, ഞാൻ പോവാ. എനിക്കൊന്നും വയ്യ അടികൊള്ളാൻ. നീ പൊക്കോ. ആ ദേവജത്തിനെ അവിടെ നിലയ്ക്കില്ലെങ്കിൽ ഗൗരിക്ക് ഇന്ന് ഇറക്കം വരില്ല. എൻ്റെ മുട്ടുകാലി പൊട്ടിച്ചിട്ട് നിൽക്കുന്ന നൃത്തം കണ്ടില്ലേ മായത്തവള. കയ്യിൽ വിട്ടുകാത്തിയും പിടിച്ച് ഗുണ്ടാസ്റ്റയിൽ നിൽക്കുന്ന കോപ്പൻ ഇപ്പോൾ ശരിയാക്കി തരാട്ടോ. മുറ്റത്തെ മാവിൻ ചുട്ടിൽ കേശനോട് നർമ്മം പങ്കിട്ട് നിൽക്കുന്ന ദേവ് ശബ്ദം കേട്ട് ചുറ്റും നോക്കി. ഒടുവിൽ ജനലിനടുത്ത് പൊട്ടം കളിച്ച് നിൽക്കുന്ന ഗൗരിയെ കണ്ട് അവൻ തുറുക്കനെ ഒന്ന് നോക്കി കൊടുത്തു. ദേവി നോക്കി, ഞാൻ വിളിക്കാതെ ഈ കാലമാട് എന്നെ എങ്ങനെ കണ്ടു? ഗൗരി ഒന്ന് കലിപ്പിൽ നോക്കി. ദേവ് വീണ്ടും അവന്റെ ജോലിയെ ശ്രദ്ധ കൊടുത്തു. അയ്യോ, കാവിലപ്പന് എന്നെ ഭയമാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കുന്നില്ലല്ലോ. എന്തപ്പോ ഒരു വഴി അവരൊന്ന് ഇളക്കി വിടാൻ. കാവിലപ്പാന്ന് വിളിച്ചു നോക്ക്. പിറകെ നിന്ന് കുഞ്ഞുട്ടന്റെ ശബ്ദം. നീ അവിടെ ഉണ്ടോ? ഗൗരി തിരിഞ്ഞു നോക്കാതെ ചെറുചിരിയോട് ചോദിച്ചു. എവിടെ പോവാൻ? പണി പാളുമോടാ. ഏച്ചി, ധൈര്യമായിട്ട് വിളിച്ചോ, ഞാനുണ്ട് കൂടെ. കുഞ്ഞുട്ടിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾ ദേവിനെ നോക്കുന്ന തിരക്കിൽ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇപ്രാവശ്യം വിളിച്ചത് കുഞ്ഞുട്ടനായിരുന്നു. ദേവ് മൈൻഡാക്കില്ലെന്നാണ് ഗൗരി വിചാരിച്ചത്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നും. കയ്യിൽ പിടിച്ച് വെട്ടുകത്തി നിലത്തിട്ട് അവൻ കേശവനോട് എന്തോ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടിട്ട് എന്നോണം തലയാട്ടിക്കൊണ്ടയാൾ തലയിൽ കെട്ടിയ മുണ്ട് എടുത്ത് മുഖം തുടച്ച് മുന്നിലേക്ക് നടന്നു. കേശവേട്ടൻ 4-5 ചൂടുകൾ വെച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അവൻ കയ്യിൽ പിടിച്ചിരുന്ന തേങ്ങ കറക്കി എറിഞ്ഞുകൊണ്ട് ഗൗരിക്ക് തിരിഞ്ഞു. എന്നിട്ട് എന്താടി എന്ന മട്ടിലെ പുരികം പൊക്കി. കാവിലപ്പന്റെ വേദനയ്ക്ക് മാറിയോ? ജനലിൽ പിടിച്ച് 32 മുല്ലമുട്ടും കാട്ടി ഇളിഞ്ഞ ചിരിയോട് അവൾ ചോദിച്ചു. കാവിലപ്പൻ എന്ന് കേട്ടതും ദേവിനെ ദേഷ്യം വന്നു. പണ്ടും ഈ പേര് ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. എന്താടി നീ എന്നെ വിളിച്ചത്? അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അതെ. ഗൗരി അവനെ ചൂടാക്കി. പറടി. ഇത്തവണ അവന്റെ സ്വരത്തിൽ കോപം കലരുന്നു. കാവിലപ്പാന്ന്. അതും പറഞ്ഞ് നാക്ക് വായിട്ടതും ദേവിന്റെ കയ്യിലെ തേങ്ങ ഉയർന്നു പൊങ്ങിയതും അവൾ കണ്ടു. ഒന്നൊഴിഞ്ഞു മാറാനാവുന്നത്ര അവൾ ശ്രമിച്ചെങ്കിലോ പെട്ടെന്നൊന്നും ചെയ്യാൻ അവൾക്കായില്ല. ഗൗരി നിൽക്കുന്ന മുറിയുടെ ജനലിൽ തേങ്ങ വന്ന് ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തകർന്ന ചിരട്ടയുടെ ഒരു ചീള് തെറിച്ച് അവളുടെ നെറ്റിയിൽ പോറലേൽപ്പിച്ചു. അമ്മേ, ഇതെന്റെ ചോര കണ്ടേ അടങ്ങൂ. പൊടിഞ്ഞിറങ്ങിയ രക്തം കൈകൊണ്ട് തുടച്ചുകൊണ്ട് ഗൗരി ചിന്തിച്ചു. ധൃതിയിൽ നെറ്റി തുടച്ച് അടുത്ത തെറിക്കുള്ള ഒരുക്കം നടക്കുന്നതിനിടെ കേശവൻ ഓടി വരുന്നത് അവൾ കണ്ടു. എന്താ മോനെ ഇവിടുന്നൊരു ഒച്ചപ്പാടും ബഹളമൊക്കെ? അയാളുടെ സ്വരത്തിൽ പരിഭ്രമം കലർന്നിരുന്നു. ഒന്നുമില്ല കേശവേട്ടാ, ഒരു ഭവതിയുടെ പേരിൽ തേങ്ങർച്ചം നടത്തിയതാ. അല്ല ഭവതി? അവളുടെ നേരെ കണ്ണുറുക്കി നോക്കിക്കൊണ്ട് അവൻ കേശവനോട് പറഞ്ഞു. അയ്യോ, വായ നോക്കി പോടാ. ദേവിന്റെ കണ്ണുറുക്കൽ പ്രവൃത്തിയിൽ കുപിതയായ ഗൗരി അവന്റെ നേരെ കൈയൊങ്ങിക്കൊണ്ട് പല്ലി നെരിച്ചു. ഇത് കണ്ട് ചിരി വന്ന് ഒന്നുകൂടെ കണ്ണിറുക്കിയത് ഗൗരി കലിതുള്ളി താഴേക്കിറങ്ങിപ്പോയി. താഴേക്കിറങ്ങി ഗൗരി കുഞ്ഞുട്ടിനെ അവിടെങ്ങും കണ്ടില്ല. ഇങ്ങോട്ട് വരട്ടെ എന്ന തരിപ്പിൽ കയറ്റി വിളിപ്പിച്ചിട്ട് അവൻ സ്പോട്ടിൽ ഓടി. ഞാനോ? നടുമുറ്റൊന്നും പിറവിർത്ത് നിൽക്കുമ്പോഴാണ് മീനാക്ഷി വരുന്നത്. എന്താ ഗൗരിമേളെ ഒരു ആലോചന? കുഞ്ഞുട്ടനെന്തേ? അവനോ? അവൻ അച്ഛൻ്റെ കൂടെ തൊടിയിലേക്ക് ഒന്ന് പോയതാ. രാവിലെ പോയപ്പോൾ അവൻ മോളെ വിളിച്ചിരുന്നു. മോൾ അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. പല്ലുതേപ്പ് കഴിച്ചിട്ട് വാ, ഞാൻ അവിടെ ഉണ്ടാവും. അതും പറഞ്ഞ് മീനാക്ഷി തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഗൗരിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. രാവിലെ വന്ന് വിളിച്ചത് അവനല്ലേ? എന്നോട് ദേവിനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതും
അവൻ തന്നെയല്ലേ? എന്നിട്ടിപ്പോൾ പറയുന്നു അവൻ ഞാൻ എണീക്ക് മുന്നേ പോയിന്ന്. ഇതെങ്ങനെ ശരിയാവും? കൂടുതൽ ഓർക്കും തോറും അവളിൽ എന്തോ ഭയം വന്നു നിറഞ്ഞു. തൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ? അന്ന് മുല്ലയുടെ ചുവട്ടിൽ വീഴാൻ പോയപ്പോൾ എന്നെ താങ്ങി നിർത്തിയതുപോലെ ഇവിടെയും എന്തോ നടന്നിട്ടുണ്ട്. കുഞ്ഞുട്ടനെ കണ്ടത് ശരി തന്നെയാ. എൻ്റെ തോന്നലല്ലേ? ദേവി പറഞ്ഞ പോലെ വല്ല പിശാചുണ്ടോ ഇവിടെ? അവൾ വന്ന വഴി ഒന്ന് തിരിഞ്ഞു നോക്കി. വെറുതെ എന്നെ പേടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ നിന്നാ പേടിപ്പനി ഉണ്ടാവും. പാവടയും പൊക്കിപ്പിടിച്ച് അവൾ മീനാക്ഷി പുഴ വഴിയെ ഓടി. തെക്കിനിക്കോലായിരുന്ന ദേവ് ഗഹനമായ ചിന്തയിലാണ്. എന്നാലും എൻ്റെ ഇരട്ടപ്പേര് അവൾക്കിങ്ങനെ കിട്ടി. അതും എന്നോട് നേരിട്ട് വിളിച്ച് പറയുകയും ചെയ്തു. അവൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇങ്ങനെ പോയാൽ ആ മാക്കച്ചിത്ത് അവൾ എൻ്റെ രഹസ്യമന്ത്രങ്ങൾ വരെ വിളിക്കും. അതിനു മുന്നേ അവൾ നിൽക്കണം. അവൾ 2 കളി നടന്ന എനിക്ക് പ്രശ്നമാണ്. മാത്രമല്ല അവളെ അവസാനം ഞാൻ വേളിയും കഴിക്കേണ്ടി വരും. അവൾക്ക് ഞാനൊരു പേടി സ്വപ്നമാവണം. അതിനിപ്പോൾ എന്തൊരു വഴി? കുറെ നേരത്തെ ആലോചിക്കുന്ന ശേഷം ദേവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇതിൽ അവൾ വീഴും. മൂക്കും കുത്തി തന്നെ വീഴും. ദേവിനെ വേദനിപ്പിച്ച അവൾക്ക് ഇനി വേദനയുടെ നാളുകളായിരിക്കും വരാൻ പോകുന്നത്. എൻ്റെ വഴി തടസ്സപ്പെടുത്തിയവൾക്ക് ഞാൻ നൽകുന്ന സമ്മാനം. കദളിവായ കയ്യിലിരുന്ന് കാക്ക എന്നെ വിരുന്ന് വിളിച്ചു വിരുന്ന്. മുട്ടിന് മുകളിലുള്ള ട്രൗസറും ധരിച്ച് കയ്യിലൊരു മൂക്കാത്ത വായക്കുലയും കൊണ്ട് പാട്ടും പാടി ചാടിത്തുള്ളി വരികയായിരുന്നു കുഞ്ഞിട്ട്. പെട്ടെന്ന് പാട്ട് നിർത്തി എന്തോ കണ്ടു ഭയന്ന പോലെ അവൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അച്ഛനെവിടെ? വരമ്പത്ത് തനിച്ചാണെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടവൻ മുന്നിലേക്ക് തലതിരിച്ചു. ദേവ് മുന്നിൽ കണ്ണേട്ട് നിൽക്കുന്നു. ശത്രുവിനെ അടിച്ചമർത്താൻ ഐഡിയ കണ്ടുപിടിച്ച് ദേവ് ആദ്യം തിരിഞ്ഞത് കുഞ്ഞുട്ടനെയായിരുന്നു. അവളുടെ കൂട്ടാളിയല്ലേ, ഇവനിലൂടെ വേണം അവളെ തളയ്ക്കാൻ. അവൻ വായ്ക്കുല അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചുകൊണ്ട് അവനെടുത്തായി മുട്ടുകുത്തിയിരുന്നു. നിന്നെ ഞാൻ വിരുന്ന് വിളിച്ചാൽ മതിയോടാ. ദേവിൻ്റെ ശബ്ദം കേട്ട് അവൻ പേടിച്ചു വിറച്ചു. എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. വിക്കിയാണെങ്കിലും അവന് പറഞ്ഞു കേട്ട് ദേവ് പൊട്ടിച്ചിരിച്ചു. ഇത്ര പെട്ടെന്ന് മുട്ടിയോ? ഇനി മയത്തിൽ സംസാരിച്ചില്ലെങ്കിൽ ഇവരുടെ മൂത്രം ഒഴിക്കും. വേഗം ചെന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വാ, ഇത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ദേവ് മയത്തിൽ സംസാരിച്ചപ്പോൾ കുഞ്ഞുട്ടൻ്റെ മുട്ടിൽ തൽക്കാലത്തേക്ക് അടങ്ങി. അവൻ ദേവിൻ്റെ മുഖത്തേക്ക് പേടിച്ചിട്ടാണെങ്കിലും പതിയെ നോക്കി. ആട്ടെ, ഏട്ടൻ ചോദിക്കുന്നതൊക്കെ മറുപടി പറഞ്ഞ മൂന്ന് പെട്ടെന്ന് പോവാട്ടോ. കുഞ്ഞുട്ടൻ ആന്ന് തലയാട്ടി. നീ എവിടെയാ രാത്രി കിടക്കാറ്? ഏച്ചിയുടെ അടുത്ത്. ഏത് റൂമിൽ എന്നായിരുന്നു ഉദ്ദേശിച്ചത്? അപ്പോൾ ചേച്ചിയാ? ദേവ് വീണ്ടും ചോദിച്ചു. എൻ്റെ അടുത്ത്. അതുവരെ നല്ല നിലയിൽ ചോദിച്ച ദേവിനെ കുഞ്ഞുട്ടൻ്റെ മറുപടി കേട്ട് ചൊറിഞ്ഞു വന്നു. ഈ ചെറുക്കന് ഞാനിപ്പോൾ 2 പീസാക്കും. തികട്ടി വന്ന ദേഷ്യം പുറത്ത് കാണിക്കാതെ അവൻ പല്ല് കടിച്ചുകൊണ്ട് തിരിഞ്ഞു. ഒറ്റയടിക്ക് അടിച്ചു കയറിയ കലി ഒതുക്കി തീർത്തവൻ വീണ്ടും കുഞ്ഞുട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. എടാ പൊട്ട, ഏത് മുറിയിലാണ് കിടക്കാറെന്നാ ചോദിച്ചത്? അത് മുകളിൽ. നിന്റെ ചേച്ചിക്ക് ഏറ്റവും പേടിയുള്ള സാധനം എന്താ? അത് പിന്നെ എല്ലാത്തിനെയും പേടിയാ, ഭയങ്കര പേടിത്തൊണ്ടിയാ. ചേച്ചിയെ പറ്റി ചോദിച്ചും കുഞ്ഞുട്ടനും വാചാലനായി. ആണോ? ദേവ് അത്ഭുതം അഭിനയിച്ചുകൊണ്ട് താടിക്ക് കൈ കൊടുത്തു. പിന്നെ അല്ലാണ്ട് ഏട്ടനൊന്ന് പേടിപ്പിച്ചാൽ മതി, ചേച്ചി വാലും പൊക്കി ഓടും. എന്നാൽ നമ്മൾക്ക് 2 പേർക്കും ചേച്ചിയെന്ന് പേടിപ്പിച്ചാലോ? ദേവ് കുഞ്ഞുട്ടനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പേടിപ്പിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ചേച്ചി പാവാണ്, അതുകൊണ്ട് ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. ആയിക്കോട്ടെ, നിന്റെ ചേച്ചിനെ ഞാൻ ഉപദ്രവിക്കാതെ പേടിപ്പിച്ചോണ്ട്. പിന്നെ ഏട്ടന് നിന്റെ ചേച്ചിനെ ഒരുപാട് ഇഷ്ടമാണ്. അതും പറഞ്ഞ് ദേവ് അവനൊന്ന് പാളി നോക്കി. സംഗതി ഈറ്റെന്ന് തോന്നുന്നു. ആ, അങ്ങനെയൊക്കെ ഞാനുണ്ട്. ശരിക്കും ഏട്ടനെ ഇഷ്ടമാണോ? കുഞ്ഞുട്ടൻ സംശയത്തോടെ നിൽക്കുകയാണ്. ആ മോനെ, എന്നാ നീ പൊക്കോ, ഞാൻ അങ്ങ് എത്തിയേക്കാം. ഇന്ന് രാത്രി ചേച്ചി ഒറ്റയ്ക്ക് കിടക്കട്ടെ. നമ്മൾ ചേച്ചിക്കിട്ട് പണി കൊടുക്കുന്നു. പക്ഷെ കണ്ണേട്ടാ, നമ്മൾ തമ്മിൽ പ്ലാൻ ചേച്ചി അറിഞ്ഞാൽ നിന്റെ കാര്യം പറയേണ്ട. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിന്റെ കാര്യം ഏട്ട നോക്കിക്കൊണ്ട് അബദ്ധത്തിൽ നീ പറയാതിരുന്നാൽ മതി. പറയില്ല. അപ്പോൾ രാത്രി കാണാട്ടോ. ദേവ് അവനെ മറികടന്നു പോയി. പാവം ചെക്കൻ വിശ്വസിച്ചു പോയി. പോകുന്നതിനിടെ ദേവ് അവനെ ആക്കി ചിരിച്ചെങ്കിലും കുഞ്ഞുട്ടൻ ആ ചിരിയുടെ അർത്ഥം മനസ്സിലായിരുന്നില്ല. ഗൗരി ചേച്ചിയെ ശരിക്കും കണ്ണിട്ടിന് ഇഷ്ടമാണെന്ന് കുഞ്ഞുട്ടൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതെല്ലാം പായ്ക്കിനാവ് മാത്രമാണെന്ന് പാവം കുഞ്ഞുട്ടനെ അറിയില്ലല്ലോ. താഴെ കിടക്കുന്ന പഴക്കുല കുനിഞ്ഞെടുത്ത് പാട്ടും പാടി അവൻ ഇല്ലത്തേക്ക് നടന്നു. കുഞ്ഞുട്ടനെ കാണാതെ ഗൗരി വിഷണ്ണിയായിരിക്കുമ്പോഴാണ് ഉണ്ണി അതുവഴി വരുന്നത്. അവൻ പണിക്കാരെ കൂട്ടി പാടത്തേക്ക് പോകുന്ന തിരക്കിലായിരുന്നു. എന്നാലും അവളുടെ തനിച്ചുള്ള ഇരുത്തം കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. ഏട്ടൻ്റെ മോളെന്താ തനിച്ചിരിക്കുന്നത്? വാലിവിടെ എവിടെയെങ്കിലും കാണുന്നേ ഇല്ലല്ലോ. ഒന്നുമില്ല ഏട്ടാ, വാല് തൊടിയിലൊന്ന് പോയതാത്രേ. ആ കൂപ്പിന്നെ കൊണ്ടേയില്ല. ഉണ്ണിട്ടോട് നേരത്തെ നടന്നത് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, കുഞ്ഞുട്ടൻ വരട്ടെ. ചിലപ്പോൾ അവൻ തന്നെ ആണെങ്കിലോ? മീനാക്ഷി അടുത്ത് കാണാതിരുന്നതാവോ? നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഏട്ടൻ്റെ കൂടെ പോരുന്നോ? അവളുടെ മൂഡ് മാറ്റാനായി ഉണ്ണി പറഞ്ഞെങ്കിലും ഗൗരി അതൊന്നും കേട്ടില്ല. ഗൗരി മോളെ, അവൻ അവളെ കുലുക്കി വിളിച്ചു. അത് കുഞ്ഞുട്ടൻ തന്നെയാ, എനിക്കറിയാം. ചിന്തയിൽ നീട്ടിയുണ്ടിരുന്ന ഉടൻ അവൾ എന്തൊക്കെയോ പരിസരബോധമില്ലാതെ വിളിച്ചു പറഞ്ഞു. കുഞ്ഞുട്ടനോ? എവിടെ?
ഉണ്ണി സംശയത്തോടെ അവളെ നോക്കി. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഗൗരിക്ക് പറഞ്ഞത് എന്താണെന്ന് എന്നുള്ള ബോധം വന്നത്. അതിൻ്റെ ഉണ്ണിയേട്ടൻ്റെ മുന്നിൽ വിക്കിക്കൊണ്ട് വിയർത്ത് നിൽക്കുമ്പോഴാണ് വരമ്പത്തൊന്നും കയറുന്ന കുഞ്ഞുട്ടൻ്റെ മൊട്ടത്തല അവളുടെ ദൃഷ്ടിയിലേക്ക് പതിയുന്നത്. അതവിടെ മുന്നിലേക്ക് വിരൽ ചൂണ്ടി തൻ്റെ മുഖത്തിയൊന്നും ഏട്ടൻ്റെ ശ്രദ്ധ തിരിക്കാൻ അവൾ കിണഞ്ഞ് ശ്രമിച്ചു. ഉണ്ണി അവളുടെ മുഖത്തിയൊന്നും കണ്ണെടുത്ത് വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയതും ഗൗരിയിൽ ഒരു ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുയർന്നു. അവളും ശ്വാസം വിട്ടുകൊണ്ട് കുഞ്ഞുട്ടനെ നോക്കി. എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന്, കരിങ്കല്യാണി നെഞ്ചിലെന്ന്. ഇവർ രണ്ടുപേരും പുറത്തു നിൽക്കുന്നറിയാതെ കുഞ്ഞുട്ടൻ പാടി തകർത്തുകൊണ്ട് അരങ്ങേറ്റം നടത്തുകയാണ്. കല്യാണി? ഗൗരിയും ഉണ്ണിയും മുഖത്തോട് മുഖം നോക്കി. അടുത്ത വരി പാടാനുള്ള അവസരം കൊടുക്കാതെ രണ്ടുപേരും ഓടിച്ചെന്ന് അവനെ പൊക്കിയെടുത്ത് തിണ്ണയിൽ കൊണ്ടുവന്നിരുത്തി. ആരാടാ കല്യാണി? ഉണ്ണി അവൻ്റെ ചെവിക്ക് വിളിച്ചു. ഈ ഏട്ടൻ ഇവിടെ പുരനിറഞ്ഞ് നിൽക്കുമ്പോൾ നീ ഏത് കല്യാണിയുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നേ? കുഞ്ഞിട്ടോടാണ് ചോദ്യമെങ്കിലും കൊണ്ടത് ഉണ്ണിക്കായിരുന്നു. ആരടി ഇവിടെ പുരനിറഞ്ഞു നിൽക്കുന്നെന്ന് ചോദിച്ച് അവൻ മറുകൈ കൊണ്ട് ഗൗരിയെ ചെവിയിലും പിടിച്ചു. വിടേട്ടാ, ചുമ്മാ പറഞ്ഞതല്ലേ, കല്യാണി ഏതാന്ന് ചോദിക്കട്ടേട്ടാ, അല്ലെങ്കിൽ അവനിപ്പോ മുങ്ങും. ചെവിയിൽ നിന്ന് ഉണ്ണിയുടെ കൈ വിടുവിക്കുന്നതിനിടെ ഗൗരി പറഞ്ഞൊപ്പിച്ചു. അമ്മു ചേച്ചിയുടെ കല്ലൂനെ പറ്റി പാടിയതേട്ടാ. ഞാൻ പൊക്കോട്ടെ, മേലപ്പാടെ ചെളിയാണ്, ഒന്ന് മുങ്ങി നിവരണം. കുഞ്ഞിട്ട് ഉണ്ണിയേട്ടനെ ദയനീയമായി നോക്കി. ഓവ്വേ, വേഗം പോയി കുളിക്കടാ. ഉണ്ണി ചെവിയിലെ പിടുത്തം വിട്ടു. അമ്മു ചേച്ചിയുടെ കല്ലുവോ? ഇത് പ്രേമം തന്നെ. ഏട്ടൻ എന്ത് പണിയാ ചെയ്തത്? അവന് മുഴുവൻ പറയിപ്പിക്കാതെ പോവാൻ സമ്മതിപ്പിക്കരുത്. എൻ്റെ പൊന്നേച്ചി, അത് നമ്മുടെ ആരവേട്ടൻ്റെ വീട്ടിലെ അമ്മു ചേച്ചിയുടെ കുഞ്ഞാവാണ്. നൂലുകെട്ട് കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ. അയ്യോ കഷ്ടം, പ്ലിങ്ങിപ്പോയി. സസ്യയായ മുഖം ഒന്ന് ഇളിച്ച് ശരിപ്പെടുത്തിക്കൊണ്ട് ഗൗരി അവൻ്റെ പിറകെ പോയി. ഈ എന്നെ കൊണ്ടേയില്ലല്ലോ, മിണ്ടൂല ഞാൻ. മൂക്കും വലിച്ച് അവളത് പറഞ്ഞപ്പോഴേക്ക് കുഞ്ഞുട്ടൻ തിരിഞ്ഞു നോക്കി. കുട്ടികളായ കാലത്ത് എണീക്കണം, ഞാൻ പോകുമ്പോൾ കൂർക്കം വലിച്ച് ഉറങ്ങല്ല എന്നും കുറേ തവണ വിളിച്ചു നോക്കി. എന്നിട്ടും എണീക്കാതിരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ പോയി. അപ്പോൾ പോയിട്ട് നീ ഇപ്പോൾ വരുന്നുള്ളൂ? ഗൗരി സംശയത്തോട് ചോദിച്ചു. അതെ, അച്ഛൻ കുറേ പോരാൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്നു. അതും പറഞ്ഞ് അവൻ പോയി. ഗൗരി തരിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നത് പിന്നെ ആരാ? ഉണ്ണിയേട്ടനോട് പറഞ്ഞാലോ? എന്തോ ഒരു ഭയം അവളെ വരിഞ്ഞു മുറുകി. പരിഭ്രമത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ണി പാടത്തേക്ക് നടന്നിരുന്നു. ആരോ തന്നെ പിന്തുടരുന്നുണ്ട്. ഇനി ഞാനെങ്ങാനും മരിക്കുമോ? ദേവജിത്തിനെ പോലും മുട്ടുകുത്തിച്ചവളാണ് ഈ ഗൗരി. പിന്നെ അപ്പോൾ കാലന് വലിയ ഡയലോഗൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് അടിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ഭയം അവളിൽ മുള പൊട്ടിയിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ലാതെ കറങ്ങി നടക്കുകയാണ് ദേവ്. പകൽ മുഴുവൻ അവൻ കവലയിലും മറ്റു ചിലവഴിച്ച് രാത്രിയിലാണ് ഇല്ലത്തും എത്തിയത്. ഉണ്ണിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അത്താഴം കഴിച്ച ഉടനെ കുഞ്ഞുട്ടൻ കിടന്നുറങ്ങി. ചേച്ചിയുടെ അടുത്ത് കിടക്കണ്ടെന്ന് കണ്ണേട്ടൻ പറഞ്ഞതുകൊണ്ട് അവൻ അച്ഛൻ്റെ കൂടെ മുറിയിലാണ് കിടന്നത്. ഗൗരി അവനെ കുറേ വിളിച്ചെങ്കിലും അവൻ ഉറക്കം നടിച്ച് കിടന്നു. ഭക്ഷണം കഴിച്ച് വടക്കിനിക്കോലയിൽ ഇരിക്കുമ്പോഴാണ് മീനാക്ഷിയെടുത്ത് അവളുടെ അടുത്ത് വന്നിരിക്കുന്നത്. മുടിയിൽ തലോടിക്കൊണ്ട് അവർ അവളെ മുഖത്തേക്ക് നോക്കി. വിദൂരത്തേക്ക് എങ്ങോ നോക്കിയിരിക്കുകയാണ് അവൾ. ഉണ്ണി എന്നോടെല്ലാം പറഞ്ഞു മോളെ, കുറച്ച് കഴിഞ്ഞ് നമുക്കൊരിടം വരെ പോകണം. അതുകൊണ്ട് ഇവിടെയുള്ളവർ ഉറങ്ങും വരെയും കാത്തിരിക്കണം. അമ്മിണി ഒപ്പോളും ഭാഗ്യടത്തിയും വലിയേച്ചിയും അറിയാൻ പാടില്ല ഇതൊന്നും. മോളകത്തേക്ക് വാ, ഇവിടെ തനിച്ചിരിക്കേണ്ട. അവൾ ദുഃഖത്തോടെ അവരെ നോക്കി. ഇത് ഞാൻ തന്നെയാണ്, വാ, പേടിക്കൊന്നും വേണ്ട, ചേച്ചി ഉണ്ടാവും മോളുടെ കൂടെ. ഇപ്പോഴാണ് ശരിക്കും ഭയം തോന്നിയത്. ആരെങ്കിലും ഒക്കെ എപ്പോഴും കൂടെ വേണം എന്നൊരു തോന്നൽ. അവളുടെ കൈപിടിച്ച് മീനാക്ഷി അകത്തേക്ക് പോയി. പോകുന്നവരുടെ മുറ്റത്ത് പടർന്നു നിൽക്കുന്ന ഗന്ധർമുല്ലയിലേക്ക് ഒരു തവണ തിരിഞ്ഞു നോക്കി. കൃത്യം 12 മണിക്ക് ദേവിണീറ്റു. പേടിപ്പിക്കേണ്ട മക്കളെ, ആ യക്ഷിയെ. മുണ്ട് അവിടെ അയച്ചിട്ടിട്ട് ബർമുടയും ടീഷർട്ടും ധരിച്ച് അവൻ പുറത്തിറങ്ങി. കയ്യിലൊരു ചെറിയ കവറുണ്ട്.